ഈ അടുത്തായി നമ്മൾ കേട്ടു തുടങ്ങിയതും ട്രെൻഡിങ് ആയതുമായ ഒരു വാക്കാണ് സിനിമ റീമാസ്റ്ററിംഗ്. 4 വർഷം മുമ്പ് റീമാസ്റ്ററിംഗ് എന്താണെന്ന് മലയാളി പ്രേക്ഷകർക്ക് പരിചയമല്ലാതിരുന്ന കാലത്ത് അത് ചെയ്ത് റീമാസ്റ്ററിംഗ് തരംഗത്തിന് തന്നെ തുടക്കമിട്ട ഒരു വ്യക്തിയുണ്ട്, ഒരു കൊല്ലംകാരൻ. പഴയകാല സിനിമാ നിർമ്മാതാവും വിതരണക്കാരനുമായ ശക്തികുളങ്ങര നേടിയെഴുത്ത് സോമദത്തൻ പിള്ള. റീമാസ്റ്ററിംഗിന്റെ മാസ്റ്റർ എന്നു തന്നെ നമുക്ക് വിളിക്കാം. അവിടെ നിന്ന് ആരംഭിച്ച റീമാസ്റ്റർ പ്രക്രിയ ഇപ്പോഴിതാ മണിച്ചിത്രത്താഴിൽ വന്നു നിൽക്കുന്നു. ഓഗസ്റ്റ് 17-ന് മണിച്ചിത്രത്താഴ് തിയേറ്ററുകളിലെത്തും. ഈ മാസം 26-ന് ദേവദൂതനും അതിൻ്റെ പ്രവർത്തകർ ചേർന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. 2 സിനിമയും 4K ദൃശ്യമികവിലാണ് എത്തുന്നത്. മുമ്പ് പഴയ ചിത്രങ്ങളുടെ ഫിലിം പ്രിന്റുകളിൽ നിന്ന് സാധാരണ രീതിയിലാണ് സിനിമകൾ ഡിജിറ്റലിലേക്ക് പകർത്തിയിരുന്നത്. പകർത്തിയ ചിത്രങ്ങൾ പിന്നീട് ചെറിയ രീതിയിലുള്ള എഡിറ്റിംഗ് ജോലികൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. 4K റീമാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരമാവധി മികച്ച നിലവാരത്തിലാണ് ഫിലിം പ്രിന്റിൽ നിന്നുള്ള ദൃശ്യം ഡിജിറ്റലിലേക്ക് പകർത്തുന്നത്. അതിനുശേഷം സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ചിത്രത്തിലെ കളർ, വ്യക്തതകളില്ലാത്ത കറക്ഷൻ, മറ്റു പൊട്ടലുകൾ, പൊരിച്ചിലുകൾ എന്നിവ ശരിയാക്കിയെടുക്കുന്നു. ഒരു സിനിമ ചെയ്ത് തീർക്കാൻ തന്നെ മാസങ്ങളെടുക്കും. ശബ്ദത്തിന്റെ ക്വാളിറ്റിയും കൂട്ടിയെടുക്കും. ഇതിനെയാണ് റീമാസ്റ്ററിംഗ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ പഴയ ഫിലിമുകളിൽ നിന്ന് സിനിമകൾ പകർത്തി 4K ദൃശ്യമികവിലേക്ക് മാറ്റിയെടുക്കുന്നത് വ്യാപകമായിട്ടുണ്ട്. 4 വർഷം മുമ്പാണ് സോമദത്തൻ പിള്ള റീമാസ്റ്ററിംഗ് എന്ന സാധ്യതയെപ്പറ്റി ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയത്. 500-ൽ പരം മലയാള ചിത്രങ്ങളുടെ ഡിജിറ്റൽ അവകാശം ഇദ്ദേഹത്തിനുണ്ട്. ഒരു പരീക്ഷണമായിട്ടായിരുന്നു സോമദത്തൻ ഇതിലേക്ക് ഇറങ്ങിയത്. വിപണന സാധ്യതകൾക്കപ്പുറം ഭാവി തലമുറയിലുള്ളവർക്ക് മലയാളത്തിലെ പഴയകാല മികച്ച ചിത്രങ്ങൾ ദൃശ്യമികവിൽ കാണാൻ സാധിക്കുക എന്നതായിരുന്നു റീമാസ്റ്ററിംഗ് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം. കാക്കക്കുയിൽ സിനിമയായിരുന്നു ഈ തരംഗത്തിന് തുടക്കം കുറിച്ചത്. 2020-ന്റെ തുടക്കത്തോടെ ഇത്തരത്തിൽ റീമാസ്റ്റർ ചെയ്ത ചില വീഡിയോകൾ മാറ്റിനി നൗ എന്ന യൂട്യൂബ് ചാനൽ വഴി ഇറക്കിയതോടെ വൻ ജനപ്രീതി നേടുകയായിരുന്നു. അത് പിന്നീട് ഒരു ട്രെൻഡായി മാറി. കാക്കക്കുയിൽ, ദേവദൂതൻ, വല്യേട്ടൻ തുടങ്ങിയ ചിത്രങ്ങൾ OTT പ്ലാറ്റ്ഫോമുകൾ വഴിയും പ്രേക്ഷകരിൽ എത്തിച്ചിരുന്നു. പൊട്ടലോ വരകളോ ഇല്ലാതെ നല്ല നിലവാരത്തിൽ പഴയ സിനിമകൾ കണ്ടതോടെ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നാലെ മറ്റ് പല കമ്പനികളും മലയാളം ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്ത് അവതരിപ്പിക്കാൻ തുടങ്ങി. പഴയ നല്ല സിനിമകൾ മികച്ച ദൃശ്യമികവിൽ അവതരിപ്പിച്ചാൽ കാണാൻ പ്രേക്ഷകരുണ്ടെന്ന് ഉറപ്പായതോടെയാണ് ഇപ്പോൾ റിലീസുകളും എത്താൻ തുടങ്ങിയത്. ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്ക് 4K നിലവാരത്തിൽ മാറ്റി കളർ കറക്ഷനും ഗ്രേഡിങ്ങും ചെയ്ത ഒരു സിനിമയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കാനുള്ള ഔട്ട് ഇറക്കണമെങ്കിൽ ശരാശരി 4.5 ലക്ഷം രൂപയാണ് ചെലവ് വരിക. എന്നാൽ തിയേറ്റർ റിലീസ് ചെയ്യാനുള്ള പതിപ്പ് തയ്യാറാക്കണമെങ്കിൽ ഇതിനേക്കാൾ വലിയ ചിലവാണ്. സർഗചിത്ര, ഫാസിൽ എന്നിവരുമായി ചേർന്ന് സോമദത്തൻ പിള്ളയുടെ മാറ്റിനി നൗവാണ് മണിച്ചിത്രത്താഴ് സിനിമ റിലീസിനെത്തിക്കുന്നത്. കാലാപാനി, വല്യേട്ടൻ, ദേവാസുരം, 6-ാം തമ്പുരാൻ, 1921 തുടങ്ങിയ ചിത്രങ്ങളും തിയേറ്ററിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം.